മണിപ്പൂരിലെത്താൻ വൈകിയതിന്റെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് പറയണമെന്ന് CPI നേതാവ് ആനി രാജ. സ്വന്തം ഇമേജിന് കോട്ടം തട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണോ സന്ദർശനമെന്നും ആനി രാജയുടെ ചോദ്യം. വെറുതെ പോയി പാക്കേജ് പ്രഖ്യാപിച്ചതുകൊണ്ട് മണിപ്പൂർ ജനതയുടെ ദുരിതം മാറില്ലെന്നും ആനി രാജ 24-നോട് പറഞ്ഞു. മാം, മണിപ്പൂരിൽ ആദ്യം എത്തി കലാപഭൂമി സന്ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആദ്യം പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തൊരു ആളാണ്. അപ്പോൾ മോദിയുടെ സന്ദർശനം വളരെ വൈകി എന്നുള്ള വിമർശനവും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു സമയത്തെ സന്ദർശനം എന്ത് ലക്ഷ്യമിട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 2 വർഷവും 3 മാസവും ആകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ എന്തേ ഇത്ര വൈകി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മണിപ്പൂരും ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമല്ലേ? അതോ താങ്കളുടെ ഇമേജ് എവിടെയെങ്കിലും മറ്റ് ലോകത്തിൻ്റെ മുന്നിൽ തുറന്ന ഒരു അതിന് കോട്ടം തട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒന്നാണോ ഇതെന്നുള്ളൊരു സംശയം ഏറ്റവും ആദ്യം എന്തേ വൈകി എന്നുള്ളൊരു ചോദ്യം അതാണ്. ഇതിൽ നല്ല ഒരു ഹോംവർക്ക് ഇല്ലാതെ അവിടെ ആ സംസ്ഥാനത്തെ യൂണിഫൈഡായിട്ട് നിർത്തണം. മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ മുന്നേ ഉണ്ടായിരുന്ന മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ നന്നായി ഹോംവർക്ക് ചെയ്യുകയും രണ്ട് വിഭാഗത്തെ മാത്രമല്ല, ഇതിൻ്റെ ഈ എന്താണ് സായുധ ഗ്രൂപ്പുകളുടെ അവരുടെയൊക്കെ കാര്യങ്ങൾ അത് എന്തിനിങ്ങനെ ഇത്രയേറെ എങ്ങനെ ഈ സായുധ സേനകൾ കടന്നു വരുന്നു, അപ്പോൾ അതിർത്തി വിഷയം, അതിർത്തി സുരക്ഷ, അതൊക്കെ വലിയ പല വിഷയങ്ങളുണ്ട് ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട്. അല്ലാതെ ഓടി അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിച്ചാൽ ഉടനെ തീരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ എത്രയോ കാലമായി ദുരിതം അനുഭവിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അത് ആ രീതിയിലുള്ള ഒരു ഇച്ഛാശക്തിയോടെ ആത്മാർത്ഥതയോടെ വേണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിനെ സമീപിക്കാൻ. ആ ആത്മാർത്ഥത ഇതിൻ്റെ അകത്ത് അത്രമാത്രം 100% ഉണ്ടോ എന്നുള്ളത് പറയേണ്ടത് അവരാണ്. മണിപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് അവിടെ എത്താൻ വൈകി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകണം. മാത്രമല്ല അത് മുകൾ തട്ടിൽ മാത്രം എന്തെങ്കിലും ഒരു ഡയലോഗുകളോ അല്ലെങ്കിൽ പാക്കേജുകളോ പ്രഖ്യാപിച്ചു പോകരുത്. മറിച്ച് സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി ഉപകാരപ്പെടുന്ന അവരുടെ ജനജീവിതത്തിനെ വീണ്ടും കൈപിടിച്ചുയർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വേണം എന്നുകൂടിയാണ് ആനി രാജ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.